മൃതദേഹത്തെ പോലും വെറുതെ വിടാത്ത കട്ടച്ചിറ പള്ളിക്കാർ. കായംകുളത്ത് നിന്ന് അടൂരിലേക്ക് പോകുന്ന വഴി, അതായത് KP റോഡിൽ ഏതാണ്ട് 4 കിലോമീറ്ററിന് അകത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇടതുവശത്ത് കാണുന്നതാണ് കട്ടച്ചിറ പള്ളി. അവിടെ നിരവധി CCTV സ്ഥാപിച്ചത് ഒരുപക്ഷെ നാട്ടുകാർക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്രയധികം CCTV അവിടെ വെച്ചിരിക്കുന്നത്? ഏത് സമയത്തും ആ പള്ളിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടാം. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഇത്തരത്തിൽ CCTV വെക്കാൻ കാരണം. ഈ പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗം തർക്കം എന്ന് പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ നാട്ടുകാരുടെ സ്വസ്ഥത കളയുന്ന ഒരു പ്രശ്നമായി ഈ പള്ളിത്തർക്കം മാറിയിട്ട് പതിറ്റാണ്ടുകളായി. എത്രയോ നാട്ടുകാരാണ് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഈ തമ്മിലടിയിൽപ്പെട്ട് വലയുന്നത്. കഴിഞ്ഞ ദിവസവും ഉണ്ടായി ഇത്തരത്തിലൊരു തർക്കം. കൃത്യമായി പറഞ്ഞാൽ ഉയിർപ്പ് ദിവസം. അവിടെ വാഹനാപകടത്തിൽ 16 വയസ്സുള്ള വട്ടപ്പറമ്പിൽ ബേസിൽ ബിനുമോൻ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചു. യാക്കോബായക്കാരനാണ്. ആ ബിനുവിൻ്റെ മൃതദേഹവുമായി യാക്കോബായ വിഭാഗക്കാർ ആ പള്ളിയിലേക്ക് സംസ്കരിക്കാനായി എത്തി. അപ്പോഴവിടെ ഓർത്തഡോക്സുകാരും പോലീസുകാരും ചേർന്നുകൊണ്ട് തങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് യാക്കോബായക്കാരുടെ വിശദീകരണം. ഈ വിശദീകരണം യാക്കോബായ സഭയിലെ ഫാദർ റോയി കട്ടച്ചിറ നൽകുന്നത് ഇങ്ങനെയാണ്. അത് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഞാൻ ഈ പള്ളി ഇടവക അംഗം കൂടിയാണ്. എൻ്റെ കൂടെയുള്ള വൈദികർ 4ഓളം വൈദികരും ഇടവക അംഗങ്ങളാണ്. എൻ്റെ ഒരു ബന്ധു കൂടിയാണ് 16 വയസ്സുള്ള ബേസിൽ മരണപ്പെട്ടത്. ആകസ്മികമായി വാഹനാപകടത്തിൽ മരണപ്പെട്ട ആ കുഞ്ഞിന്റെ മൃതശരീരം സംസ്കരിക്കുവാനായി ആയിരക്കണക്കിന് വിശ്വാസികൾ, നാനാജാതി മതസ്ഥരടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം പുറത്തുവെച്ചുള്ള ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ച് പെട്ടി അടച്ച് ഈ വിലാപയാത്രയെ അനുധാവനം ചെയ്ത് പള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ വന്നപ്പോൾ ഗ്രേഡ് SI ASI ഉൾപ്പെടെയുള്ള 3 പോലീസുകാർ ഗേറ്റിന് മുമ്പിൽ നിന്നു. അവർ അവിടെ വെച്ച് ഈ അനുയാത്ര ചെയ്ത, മൃതശരീരത്തോടൊപ്പം അനുയാത്ര ചെയ്ത ബന്ധുവും ഇടവകാംഗങ്ങളുമായ വൈദികരെന്ന നിലയിൽ ഞങ്ങളെ തടയുകയും കഴുത്തിന് പിടിച്ച് പിൻപോട്ട് തള്ളുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട്, ഒരു 16 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതശരീരമാണ് ഇത്. ഞാൻ മാമോദീസ മുഖ്യ കുഞ്ഞാണ്, ശുശ്രൂഷയ്ക്ക് മദ്ബഹായിൽ പ്രവേശിപ്പിച്ച കുഞ്ഞാണ്, എൻ്റെ ബന്ധുവാണ്. എന്നോടൊപ്പം കഴിഞ്ഞ രാത്രിയും അപകടത്തിന്റെ തലേ സന്ധ്യയിലും പ്രാർത്ഥനയിൽ പങ്കെടുത്ത കുഞ്ഞാണ്. അതിനോടൊപ്പം അനുധാവനം ചെയ്യാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന കോടതി വിധികളൊന്നുമില്ല. ഇടവകാംഗങ്ങളെ പുറത്താക്കാനോ തടയാനോ കോടതി വിധിയിലില്ല. ഈ മൃതശരീരത്തോടൊപ്പം വൈദികർ എന്നതിൽ ഇടവകാംഗങ്ങൾ എന്നതിൽ അനുയാത്ര ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവുകളില്ല. ആരുടെയും പരാതികളില്ല. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമില്ല. ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ ഇല്ല. ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആരും അവിടെ തടയാനായിട്ട് വന്നിട്ടില്ല. ഇനി അവര് ഈ 3 പോലീസുകാർക്ക് എന്തെങ്കിലും ഉപദേശമോ മറ്റെന്തെങ്കിലും കൊടുത്ത് തടയിച്ചോ എന്ന് നമുക്കറിയില്ല, നമ്മുടെ അറിവിൽപ്പെടാത്ത കാര്യമാണ്. പക്ഷെ ഈ 3 പോലീസുകാർ ഞങ്ങളെ തടയാനുള്ള കാരണം എന്താണ്? അവർക്ക് ആരാണ് ഈ തടയാനുള്ള ഉത്തരവ് കൊടുത്തത്? അവരുടെ എന്ത് കോടതി വിധിയാണ് ഉള്ളത്? ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഒരു ഇടവകാംഗം എന്ന നിലയിൽ ഞാൻ നാളെ മരണപ്പെട്ടാൽ എന്നെ അടക്കം ചെയ്യേണ്ടുന്ന സ്ഥലമാണിത്. അവിടെ എനിക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത്, ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുള്ള ഈ രാജ്യത്ത് എനിക്ക് എന്താണ് ഉറപ്പ്? ഒരു മാന്യമായ ശവസംസ്കാരത്തിന് പോലും ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടി തടഞ്ഞു? ആർക്കു വേണ്ടി തടഞ്ഞു? എന്നിട്ട് ഈ പ്രശ്നങ്ങൾ സംഘർഷഭരിതമാക്കുവാൻ അവർ കുൽസിത ശ്രമം നടത്തി. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉള്ളവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് അവര് പോലീസ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് ഞങ്ങളെ പ്രതികളാക്കി ഇപ്പൊ കേസും എടുത്തിരിക്കുകയാണ്. ഇതെന്തൊരു നീതിയാണ്? ഇതെന്തൊരു മനുഷ്യത്വമാണ്? ഇത് ധാർമ്മികതയാണ്? ഇത് പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണിത്. കുട്ടികളെ ആക്രമിച്ചു എന്നുള്ള പരാതിയല്ല. ഒരു പെൺകുട്ടിയുടെ നെഞ്ചത്ത് പോലീസ് കൈമുട്ടുകൊണ്ട് ഇടിച്ചത് രക്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഏതാണ്ട് 10ഓളം പേർക്ക്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് ദേഹത്ത് വിവിധ സ്ഥലങ്ങളിൽ അടിയേറ്റ പാടുകളും ദേഹോപദ്രവമേറ്റിട്ടുണ്ട്. കർശനമായ നിയമ നടപടികളുമായി മുൻപോട്ട് പോകും. പോലീസ് ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ സഭ ഇക്കാര്യം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2017 ജൂലൈ 3 ഓർത്തഡോക്സ് വിഭാഗത്തിന് ഈ പള്ളിയുടെ അവകാശം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടത്. എന്നാൽ സംസ്ഥാന സർക്കാർ യാക്കോബായ സഭയ്ക്കു കൂടി അധികാരം വേണം എന്ന് കരുതിക്കൊണ്ട് ഒരു സെമിത്തേരി ബിൽ പാസാക്കി.
എന്നിട്ടും ഇവരുടെ തമ്മിലടി നിൽക്കുന്നില്ല. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു യാക്കോബക്കാരനും ഓർത്തഡോക്സുകാരനും മുഖാമുഖം കണ്ടാൽ അപ്പോൾ തുടങ്ങും അടി. എന്തൊരു കഷ്ടമാണിത്! ഒരു മൃതദേഹത്തെ വെച്ചുകൊണ്ട് അവിടെ കൂട്ടത്തല്ല്. അതിൽ 10 വിശ്വാസികൾക്കും കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർക്കുമാണ് പരിക്കേറ്റത്. എന്തൊരു നാണക്കേടാണ്! ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, കേരളീയ സമൂഹത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്നതാണ് ഈ കട്ടച്ചിറപ്പള്ളിയിലെ സ്ഥിരം അടി. അത് മൃതദേഹത്തെ ചൊല്ലിയാകാം, അവിടെ യാക്കോബായ സഭക്കാരൻ ആരെങ്കിലും ഒരാൾ കയറി എന്നതിൻ്റെ പേരിലാകാം, എന്തിൻ്റെ പേരിലായാലും ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു പള്ളി കേരളത്തിലെങ്ങുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇത്രയും CCTV അവിടെ സ്ഥാപിക്കാൻ കാരണം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഓർത്തഡോക്സ് സഭയ്ക്ക് പറയാനുള്ളതെന്ന് ഓർത്തഡോക്സ് അൽമായ ട്രസ്റ്റി ആയിട്ടുള്ള റോണി വർഗീസ് എബ്രഹാം പറയുന്നത് നമുക്ക് കേൾക്കാം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര മെത്രാസനത്തിൽപ്പെട്ട കട്ടച്ചിറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഉയർപ്പ് ദിവസം, മനുഷ്യ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സമിതി അംഗങ്ങളെല്ലാം പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. ആ പിഞ്ചു മകൻ്റെ, ബേസിൽ എന്ന് പറയുന്ന സഹോദരൻ്റെ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. എങ്കിൽ തന്നെയും ആ അടക്കത്തിൽ അവിടെ നടന്ന പൈശാചിക ഇടപെടിയിൽ, അല്ലെങ്കിൽ അവിടെ നടന്ന കയ്യാങ്കളിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പ്രതിഷേധിക്കുകയാണ്. ഇങ്ങനെയൊരു അടക്കം, ബേസിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അടക്കം അവിടെ ഉണ്ട് എന്ന് പോലീസ് മുൻകൂട്ടി അറിയിച്ചപ്പോൾ തന്നെ അതിന് ഗേറ്റ് തുറന്നിട്ട് കൊടുക്കുകയും ആ മൃതശരീരം അവിടെ മാന്യമായും ഏറ്റവും ആദരപൂർവ്വം അടക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ വികാരി എന്ന നിലയിൽ ജസ്റ്റിൻ അച്ഛൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിച്ചെങ്കിലും വികാരിയുടെ സേവനങ്ങൾ വേണ്ട എന്ന് കൃത്യമായി മറുപക്ഷം പറയുകയും ചെയ്തു. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെമിത്തേരിയിൽ മറുപക്ഷം മൃതശരീരം അടക്കുന്നത് കേരള സർക്കാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത ഒരു സെമിത്തേരി ഓർഡിനൻസിനാണ്, അല്ലെ സെമിത്തേരി നിയമത്തിലാണ്. ആ നിയമത്തിൽ വ്യക്തമായി പറയുന്നത് വികാരിയുടെ സഹായത്തോടെ, അല്ലെ വികാരിയുടെ നേതൃത്വത്തിൽ ദേവാലയത്തിൽ വെച്ച് അവർക്ക് ശുശ്രൂഷകൾ നടത്താമെന്നും, ഏതെങ്കിലും കാരണവശാൽ വികാരി അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമുള്ള വൈദികരെ ആണ് ചെയ്യേണ്ടതെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള വൈദികർ ഉപയോഗിച്ചാണ് അന്ത്യശുശ്രൂഷകൾ നടത്തേണ്ടതെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ഇത് നടത്തുകയും അന്ത്യശുശ്രൂഷകൾ നടത്തുകയും സെമിത്തേരിയിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യാം എന്നുള്ളതാണ് സെമിത്തേരി നിയമം തരുന്ന അവകാശം. ഇതനുസരിച്ചാണ്, ഈ സെമിത്തേരി നിയമം അനുസരിച്ചാണ് അവിടെ മൃതശരീരം അടക്കുവാൻ ശ്രമിച്ചതും അടക്കുവാൻ നടന്നതും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ നിയമം ലംഘിച്ച് സംഘർഷങ്ങളുണ്ടാക്കി 3-4 വൈദികർ, സ്ഥിരമായി അവിടെ സംഘർഷമുണ്ടാക്കുന്ന 3-4 വൈദികർ അവിടെ പ്രവേശിച്ചാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായത്. മലങ്കര ഓർത്തഡോക്സ് സഭ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഗേറ്റ് തുറന്നിട്ട് കൊടുക്കുകയല്ലാതെ മറ്റൊരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. എന്നാൽ ഒരു സ്വന്തം സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ മുമ്പിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയും അവിടെ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കിയതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രതിഷേധമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ മലങ്കര ഓർത്തഡോക്സ് സഭ എടുക്കും. മലങ്കര സഭയുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുവാൻ ശ്രമിച്ചു, അവിടെ കയ്യാങ്കളി നടന്നു, അവിടെ റോഡിലും പള്ളിക്കകത്തും പള്ളിപ്പുരയിടത്തിലുമെല്ലാം മറുപക്ഷം പ്രതിസന്ധികളും ലഹളകളും കലഹവും ഉണ്ടാക്കിയായിരുന്നു. അതിനെതിരെ പോലീസ് FIR ഇട്ടത് ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭ പോലീസിന് കൈമാറുകയും പോലീസിൽ ഇവിടെ നടന്ന ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി, അല്ല നിയമവിരുദ്ധമായ ക്രിമിനൽ ആക്ടിവിറ്റിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 14 പേരും കണ്ടാൽ അറിയാവുന്ന മറ്റ് 10-15 പേർക്കെതിരെയാണ് കേസ്. ആ കേസിലെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഈ പൊതുസമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നറിയുന്നതിൽ സഭയ്ക്ക് സന്തോഷമുണ്ട്. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് വേദനയും പ്രയാസവും ഉണ്ടെങ്കിൽ തന്നെയും അവിടെ നടന്ന പൈശാചികമായ മറുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ ശക്തമായി വിയോജിക്കുകയും സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായും കേരള സർക്കാർ മറുപക്ഷത്തിനായി ഉണ്ടാക്കിക്കൊടുത്ത സെമിത്തേരി ഓർഡിനൻസിന് വിരുദ്ധമായും പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളോട് താഴ്മയായി അപേക്ഷിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടിയുമായി മലങ്കര ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് പോകും. ഇതാരെയും പരാജയപ്പെടുത്തുവാനല്ല, ഈ രാജ്യത്തെ നിയമവും ഈ സ്ഥലങ്ങളിലെ നീതിന്യായ വ്യവസ്ഥകൾ നിലനിൽക്കേണ്ടത് സഭയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മറുപക്ഷം വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. i2i ന്യൂസിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ്,
നിങ്ങൾ രണ്ടുപേരും ക്രൈസ്തവ വിശ്വാസികളാണ്. നിങ്ങൾ രണ്ടുപേരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും ബൈബിളിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ ഒരേ രക്തമുള്ളവരാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ക്രൈസ്തവ വചനങ്ങൾക്ക്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് എതിരായി നാട്ടുകാരെ പറയിപ്പിക്കുന്ന വിധത്തിൽ, നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം, കേരളത്തിലെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ ഈ പള്ളിയെ നിങ്ങൾ രണ്ടു കൂട്ടരും കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? നിങ്ങൾ രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തണം. സമാധാനപരമായി തന്നെ രണ്ടു കൂട്ടരും ഒത്തുപോകണം എന്നാണ് i2i ന്യൂസിൻ്റെ നിലപാട്. നിങ്ങൾ സഹോദരന്മാരാണ്. ക്രിസ്തുവിൻ്റെ വിശ്വാസ പ്രമാണപ്രകാരം നിങ്ങൾ ഒരേ രക്തമുള്ളവരാണ്. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നാണവും മാനവും കാണിക്കൂ. അല്പമെങ്കിലും സംയമനം പാലിക്കൂ. നിങ്ങൾ രണ്ടു കൂട്ടരും സംയമനം പാലിച്ചാൽ ഈ പ്രശ്നം തീരുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന, നിങ്ങളുടെ അടിമൂലം ഉണ്ടാകുന്ന വാഹന ബ്ലോക്ക്, എത്രയോ പേരാണ് ഈ അടി മൂലം കുരുങ്ങിക്കിട, എത്രയോ വർഷങ്ങളായി തുടങ്ങിയ അടികളാണിത്. എന്താണ് നിങ്ങളിത് പരസ്പരം മനസ്സിലാകാതെ പോകുന്നത്? ദയവായി നിങ്ങൾ രണ്ടു കൂട്ടരും സമാധാനപരമായി മുന്നോട്ട് പോകും. നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ വെറുതെ അപമാനിക്കപ്പെടാതെ നിങ്ങൾ അന്തസ്സായി രണ്ടുപേരും ഒരേ വിശ്വാസികളാണ്, ഒരേ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് എന്ന് പരസ്പരം തിരിച്ചറിയുകയും ആ സാഹോദര്യം പുലർത്തി നാട്ടുകാർക്ക്, കേരളത്തിനാകെ മാതൃകയാവുകയും ചെയ്യൂ. അല്ലാതെ ഇങ്ങനെ തമ്മിലടിച്ചിട്ട് എവിടെയാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്? എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇതൊരു പൊതുപ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സമാധാനത്തിൻ്റെ പാതയിൽ ഒന്നിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നം എന്നേക്കുമായി തീർത്തേ മതിയാവുകയുള്ളൂ എന്നാണ് i2i ന്യൂസിൻ്റെ നിലപാട്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.